So good morning all. Myself Ranjit Shivahari, faculty for CACMA Intermediate, SM Audit and Law. സോ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ ആദ്യത്തെ ക്ലാസ് നമ്മൾ ഡീൽ ചെയ്യാണ്. ഓക്കെ, സോ ഓഡിറ്റിങ്ങിൻ്റെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുൻപ് തന്നെ എന്താണ് ഓഡിറ്റിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടതുണ്ട്. സോ നിങ്ങളുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് 50 മാർക്കിൻ്റെ ഏരിയയാണ് നിങ്ങൾക്ക് ഏത് വരുന്നത്, ഓഡിറ്റിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, 50 മാർക്സിൻ്റെ ഏരിയയാണ് ഓഡിറ്റിംഗ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്ട്രീമിനെ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ CMAയിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഒരു കുഞ്ഞ ടോപ്പിക്കാണ് ഓഡിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളൂ. പക്ഷെ പല സ്റ്റുഡൻസും എന്താണ് ഇതിനകത്ത് ചെയ്യാന്ന് വെച്ച് വെച്ചാൽ മാക്സിമം ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയ ആദ്യം തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എല്ലാം വളരെയധികം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാനറിലാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ആദ്യമായിട്ട് നിങ്ങൾ പറയേണ്ട, നിങ്ങൾക്ക് എനിക്ക് തരേണ്ട ഒരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ പഠിക്കുന്നതെല്ലാം പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിയൽ ലൈഫിൽ വിഷ്വലൈസേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ഈ 50 മാർക്കിനകത്ത് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് 50 മാർക്സിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓക്കെ, ആദ്യം നമുക്ക് ഏതാ പഠിക്കാനായിട്ടുള്ളത്, ബേസിക്സ് ഓഫ് ഓഡിറ്റിംഗ്. ഈ ബേസിക്സ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയൊരു സബ്ജക്റ്റിലോട്ട് കടക്കുവാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു പുതിയൊരു സബ്ജക്റ്റിലോട്ട് കടക്കുന്ന സമയത്ത് ഈ പുതിയ സബ്ജക്റ്റിലുള്ള ടെർമിനോളജീസ്, ടേംസ്, ഇത് എന്തിനാണ് ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. സോ അതാണ് ഈ പറയുന്ന ബേസിക്സിനകത്ത് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം ഈ ബേസിക്സ് ഏകദേശം നമുക്ക് എക്സാമിന് ഒരു 10 മാർക്കിൻ്റെ ഏരിയ മാത്രമേ ഉള്ളൂ ബേസിക്സ് എന്ന് പറയുന്ന ഏരിയ. അതിനുശേഷം നമുക്ക് കമ്പനി ഓഡിറ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഏരിയയാണ് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഓഡിറ്റ്, അതായത് ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ്, ഓഡിറ്ററിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ ഡീൽ ചെയ്യുന്ന കമ്പനി ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. 30 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ് ഈ കമ്പനി ഓഡിറ്റിനകത്ത് വരുന്നത്. സോ കമ്പനി ഓഡിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സംബന്ധിക്കുന്ന കോസ്റ്റ് ഓഡിറ്റും കമ്പനി സെക്രട്ടറീസിനെ സംബന്ധിക്കുന്ന സെക്രട്ടേറിയൽ ഓഡിറ്റും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു 10 മാർക്സിന് ഐ വിൽ കോൾ ഇറ്റ് ആസ് മിസലേനിയസ് ആയിട്ടുള്ള ഏരിയ, അതായത് വൗച്ചിങ് വെരിഫിക്കേഷൻ. ഡിഗ്രി ലെവലൊക്കെ പഠിച്ച സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും വൗച്ചിങ് വെരിഫിക്കേഷൻ. പിന്നെ അതേപോലെ തന്നെ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ്. അപ്പോൾ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്താം, ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ്. ഓക്കെ, ഇത്രയും ഏരിയാസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ പേപ്പറിനകത്ത് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ സാറേ, കുറെ നേരമായില്ലേ കഥ പറയുന്നു, ഇനി നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, കുറച്ച് നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഫസ്റ്റത്തെ ചാപ്റ്റർ ബേസിക്സ് ഓഫ് ഓഡിറ്റിംഗ്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. ഈ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സിനകത്ത് നമ്മൾ ആദ്യം ഒരു ബേസ് ഉണ്ടാക്കും. എന്നിട്ട് ഈ ബേസിന്റെ മുകളിലാണ് ഞാൻ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്യാം. സോ ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെയധികം എൻജോയബിൾ ആയിരിക്കും. ഹാപ്പി ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും പെട്ടെന്ന് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിറ്റിംഗ് പോകുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഫസ്റ്റ് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് ഒരു കമ്പനി. ഓക്കെ, അതായത് സേ ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഷോപ്പ് നടത്തുവാണ്. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കൊരു ഷോപ്പ് നടത്തുവാണെങ്കിൽ അതെന്താണ് അല്ലെ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ ആണ് അല്ലെ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. പക്ഷെ നേരെ മറിച്ച് എനിക്ക് കൂടുതൽ ഫണ്ട് വേണം അല്ലെ, എനിക്ക് കൂടുതലായിട്ട് ഈ പറയുന്ന പോലെ റിസോഴ്സസ് വേണം. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, എനിക്ക് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഒരു പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എത്ര പേരാണ്, 7 പേര് മിനിമം വേണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 പേര് മിനിമം വേണം. ഓക്കെ, സോ ബേസിക്കലി ഇതിന് നമ്മൾ എന്ത് വിളിക്കും, ക്യാപിറ്റൽ എന്ന് വിളിക്കും അല്ലെ. കമ്പനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഒരുപാട് രീതിയിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് റേസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ നമ്മൾ എന്ത് വിളിക്കും, ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഓക്കെ ആണോ? ക്യാപിറ്റൽ എന്ന് ഈ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ വിളിക്കും. അറിയില്ലേ, ഓണേഴ്സ് ഈ പറയുന്ന പോലെ തന്നെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന ഫണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ക്യാപിറ്റൽ വിളിക്കും. ക്യാപിറ്റൽ അല്ലാതെയും ഫണ്ട്സ് ഉണ്ടാവില്ലേ, അതായത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രീതിയിലുള്ള ടിപ്പഞ്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വേറെ ഡിസ്കഷൻ. നമുക്ക് ഇപ്പം തൽക്കാലം ക്യാപിറ്റലിന് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാം. ഒരു കമ്പനിയുടെ ഓണേഴ്സ് ആരാ, അതായത് നമ്മളിപ്പം പറഞ്ഞു കമ്പനിയാണ്. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ആ കമ്പനിയുടെ പേര് ഇപ്പോൾ ഒരു അവിൽ മിൽക്കിന്റെ കമ്പനിയാണ്. ഓക്കെ, അരുൺ അവിൽ മിൽക്ക്. ഓക്കെ, അരുൺ അവിൽ മിൽക്ക് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വിചാരിക്കാം. സോ ഈ അരുൺ അവിൽ മിൽക്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കകത്ത് ഓക്കെ ഒരുപാട്, അരുൺ മാത്രമാണോ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അരുൺ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണോ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുക?
അല്ല, അരുൺ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അവിടെ കുറേയധികം ആരുണ്ടായിരിക്കും, കുറേയധികം വ്യക്തികൾ അല്ലെ, അവര് ഈ പറയുന്ന ക്യാപിറ്റലിലോട്ട് എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ഈ ക്യാപിറ്റലിനെ സേ ഫോർ എക്സാമ്പിൾ 50 ലക്ഷം രൂപ കൊണ്ടാണ് ഈ അരുൺ അവിൽ മിൽക്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ 50 ലക്ഷത്തിനെ നമ്മൾ ഡിഫറെന്റ് അതായത് നമ്മൾ ഷെയർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് എങ്ങനെ പറയാടാ, 5 ലക്ഷം ഷെയർസ് അല്ലെ, ഈ 50 ലക്ഷത്തിനെ ഞാൻ എങ്ങനെ ഡിവൈഡ് ചെയ്തു, 5 lakh ഷെയർസ്. ഓക്കെ, 5 lakh ഷെയർസ്. ഓക്കെ, ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഓക്കെ, ഓഫ് ₹10 ഈച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ടോട്ടൽ എത്രയായി, 50 ലക്ഷത്തിന്റെ ക്യാപിറ്റൽ. ഇവരെ നമ്മൾ എന്ത് വിളിക്കും, ഇവരെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ, ഇവരെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുറേ അധികം, അതായത് 5 ലക്ഷത്തിന്റെ ഷെയർസ് ഉണ്ട്. മനസ്സിലായിട്ടുണ്ടോ, 5 ലക്ഷം ഷെയർസ് ഉണ്ട്. അപ്പൊ കുറേ അധികം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഈ ഷെയർ ഹോൾഡേഴ്സിനെ എല്ലാവരെയും നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്, ഡിസിഷൻ മേക്കിങ്ങിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അല്ലെ, നമ്മളൊക്കെ ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയും, ആള് കൂടിയ പാമ്പ് ചാവില്ല എന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ആൾക്കാരെ ഈ പറയുന്ന കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ലെവലിലോട്ട് ഈ പറയുന്ന പോലെ എലക്ട് ചെയ്യും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഈ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഈ പറയുന്നത് ഒരു ബോർഡിലോട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പൊ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുക, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഈ പറയുന്ന രീതിയിലുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കുക. ഓക്കെ, കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, കമ്പനി ഏതൊക്കെ രീതിയിലുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം, അങ്ങനെ പല രീതിയിലുള്ള ഡിസിഷൻസ് ആരെടുക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കും. സെറ്റാണോ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഓത്തറൈസേഷൻ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇത് സർട്ടിഫൈ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യും. അടാ, അപ്പൊ ഒരു പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇവന്മാർക്കൊക്കെ ഡൗട്ട്, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇവരെ കണ്ണുടച്ച് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? ഇവരെന്തെങ്കിലും രീതിയിലുള്ള ചതി നടത്തിയാൽ, എന്തെങ്കിലും രീതിയിലുള്ള ഫ്രോഡിൽ ഏർപ്പെട്ടാൽ ഞങ്ങൾ എങ്ങനെ അറിയും? ഞങ്ങളുടെ ഫണ്ട് ഈ പറയുന്നത് പോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള ഒരു ചോദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കോമൺ സെൻസിൽ ആലോചിച്ച് നോക്കി, എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവർക്ക് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്ന അറിയാവോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് ഒക്കെ വിളിക്കും. ഓരോ വർഷവും ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കും. ആനുവൽ ജനറൽ മീറ്റിംഗിനകത്ത് ഷെയർ ഹോൾഡേഴ്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കും. എടാ, ഇതാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഈ പറയുന്നത് പോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്തൊക്കെ വരും, ബാലൻസ് ഷീറ്റ് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും അല്ലെ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ബാലൻസ് ഷീറ്റ് വരും, പിന്നെ അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും രീതിയിലുള്ള കള്ളത്തരം ഇതിനകത്ത് കാണിച്ചാൽ എല്ലാ വ്യക്തികളും ഇതൊക്കെ അറിയുന്ന രീതിയിലുള്ള CMA ഒക്കെ പഠിച്ച ആൾക്കാരായിരിക്കുമോ? ആയിരിക്കില്ല, ഒബ്വിയസ്ലി ആയിരിക്കില്ല. സോ ആ സമയത്താണ്, അവിടെയാണ് നമ്മുടെ റോള് വരുന്നത്. ആര് വരുന്നേ? ഓഡിറ്റർ. ഓക്കെ, ഇത് മാത്രമല്ല കേട്ടോ ഓഡിറ്ററിന്റെ ഡ്യൂട്ടി, വേറെയും പല ഡ്യൂട്ടീസും ഉണ്ട്. സോ ഓഡിറ്റർ എന്ത് ചെയ്യും, ഓഡിറ്റർ കമ്പനിയിലോട്ട് വരും. ഓഡിറ്റർ കമ്പനിയിലോട്ട് വന്നിട്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് പറയും, ഓക്കെ ഡൺ, എല്ലാം കറക്റ്റ് ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഈ പറയുന്നത് പോലെ തന്നെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ഓഡിറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഓഡിറ്റ് ചെയ്യും. ഈ ഓഡിറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ വരുന്നത് പണ്ട് കാലത്ത് ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് മോണുമെന്റ്സ്, അതായത് ചാണക്യൻ എന്നുള്ള ആളെയൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് ഈ പറയുന്ന രാജാക്കന്മാരൊക്കെ കുറെ അധികം അമ്പലങ്ങളും ഗോപുരങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് വേറെ ചില വ്യക്തികളാണ് ഈ പറയുന്ന, അതായത് ശില്പികളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. സോ ആ സമയത്താണ്, അതായത് രാജാക്കന്മാർക്കൊരു ഡൗട്ട്, അതായത് ഈ പറയുന്ന കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചിട്ടുള്ള പണി ഇവരെടുക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ട്. സോ അങ്ങനെ ഡൗട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഒരു വ്യക്തി ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കും, അതായത് ഇങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഇത്ര രൂപയ്ക്ക് ചെലവായി, ഇത്ര രൂപയ്ക്ക് ഈ പറയുന്നത് പോലെ തന്നെ ആൾക്കാരെ വെച്ചു എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഈ പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി, അതായത് ഓഡിറ്റർ എന്ന് പറയുന്ന വ്യക്തി, പണ്ടത്തെ കാലത്തെ ഓഡിറ്റർ കേൾക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒഡയർ എന്നുള്ള വേർഡ്, അതായത് ഓഡിറ്റ് എന്നുള്ള വാക്ക് വരുന്നത് തന്നെ ഒഡയർ എന്നുള്ള വേർഡ് എന്നാണ്. ഒഡയർ എന്ന് പറയുന്ന മീനിങ് എന്താണെന്ന് വെച്ചാൽ ടു ഹിയർ എന്നാണ് മീനിങ്. ഇവിടെ നിന്നാണ് ഏത് വേർഡ് വരുന്നത്, ഓഡിറ്റ് എന്ന് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതിനുശേഷം എന്ത് വന്നു? ഇതിനുശേഷം ഈ പറയുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷനും കാര്യങ്ങളൊക്കെ വന്നു. സോ ഒരുപാട് കമ്പനീസ് വന്നു. സോ ഒരുപാട് കമ്പനീസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കേട്ടിട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ വേണം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പരിപാടി വേണം എന്നുള്ള ഒരു അഭിപ്രായം വന്നു. അങ്ങനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ മനസ്സിലാക്കുക, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഓണർ വേറെയാണ്,
പിന്നെ ഇതുപോലെ തന്നെ എന്താണ് ബിസിനസ് വേറെ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ മാനേജ്മെന്റ്, ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ആണ് ഓണേഴ്സ്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് ഈ പറയുന്നത് പോലെ തന്നെ ഉറപ്പിക്കണം. എന്തുറപ്പിക്കണം? അവരുടെ ഫണ്ട് കറക്റ്റ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പിക്കണം. ഈ ഫണ്ട് കറക്റ്റ് ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യം ഉറപ്പിക്കണം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഷെയർ ഹോൾഡേഴ്സ് അല്ല എല്ലാ തീരുമാനവും എടുക്കുന്നത്. ആരാണ് എല്ലാ തീരുമാനവും എടുക്കുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എല്ലാ തീരുമാനവും എടുക്കുന്നത്. ഓക്കെ, സോ ഒരു ചങ്ങാതി വരുന്നു, കമ്പനിയിലോട്ട് വരുന്നു. ഈ ചങ്ങാതിനെ വിളിക്കുന്ന പേരാണ് ഓഡിറ്റർ. ഓഡിറ്റർ വരുന്നു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നോക്കുന്നു, ഷെയർ ഹോൾഡേഴ്സിനടുത്ത് പറയുന്നു, ആനുവൽ ജനറൽ മീറ്റിങ്ങിനകത്ത് വന്നിട്ട് പറയുന്നു കുഴപ്പമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓഡിറ്റർ എന്ത് ഇഷ്യൂ ചെയ്യും? ഓഡിറ്ററിന്റെ ഒരു അഭിപ്രായം പറയും. ഈ അഭിപ്രായത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓഡിറ്റ് ഒപ്പീനിയൻ. എന്ത് വിളിക്കും? ഓഡിറ്റ് ഒപ്പീനിയൻ. ഈ ഒപ്പീനിയൻ ഓഡിറ്റർ എന്തിലൂടെ പ്രൊവൈഡ് ചെയ്യും? ഓഡിറ്റർ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഈ പറയുന്നത് പോലെ തന്നെ ഉണ്ടാക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ആദ്യത്തെ ചാപ്റ്ററിനകത്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഞാനൊരു ജിസ്റ്റ് ഓഫ് ദ സ്റ്റോറി എന്നുള്ള രീതിയിൽ, അല്ലേ, ഒരു സിനിമ തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഒരു ട്രെയിലർ പറയണ്ടേ, ആ ട്രെയിലർ എന്നുള്ള നിലയ്ക്കാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സോ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് നോട്ടിനകത്ത് കൊടുത്തിട്ടുള്ളത്. എന്താണ് ആ നോട്ട് എന്നുള്ളതിലോട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പോകാം. സോ ആദ്യം നമുക്ക് ഫസ്റ്റ് കുറച്ച് ടെർമിനോളജീസിനെ കുറിച്ച് സംസാരിക്കാനായിട്ടുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന, നിങ്ങൾ +1 +2 പഠിക്കുന്നത് പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എനി എൻറ്റിറ്റി. എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും? ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, അല്ലെ? ബാലൻസ് ഷീറ്റ് ഒക്കെ അറിയില്ല, അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ ഈ പറയുന്നത് പോലെ തന്നെ കാണിച്ച് ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അല്ലെ? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ എത്രത്തോളം ഉണ്ട്, 3 തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിലൊക്കെ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, നോട്ട്സ് ടു അക്കൗണ്ട്സ്. സോ ഇതൊക്കെയാണ് എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? മാനേജ്മെന്റ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മാനേജ്മെന്റ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ആനുവൽ ജനറൽ മീറ്റിംഗിൽ വെച്ചിട്ട് മൈക്ക് വെച്ച് പറയുകയാണോ നമുക്ക് ഇത്ര അസറ്റ് ഉണ്ട്, നമ്മൾ ഇന്ന ബിൽഡിംഗ് മേടിച്ചു, നമ്മൾ ഇത്ര എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നുണ്ട്? അല്ല. നമ്മൾ എന്ത് ചെയ്യും? യു വിൽ പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. മാനേജ്മെന്റ് എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഈ പറയുന്നത് പോലെ തന്നെ പ്രിപ്പയർ ചെയ്യും. മാനേജ്മെന്റ് ആൻഡ് ദോസ് ചാർജ്ഡ് വിത്ത് ഗവേണൻസ്. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താ? TCWG ഒന്നുമില്ല, ടോപ്പ് മാനേജ്മെന്റ് എന്നുള്ള മീനിങ് ആണ്. അതായത് ആരാണോ കൂടുതലായിട്ടുള്ള അധികാരം ചെലുത്തുന്നത്, കൂടുതലായിട്ടുള്ള പവർ ഉള്ള വ്യക്തികൾ ആരാണോ അവരെയാണ് നമ്മൾ TCWG എന്ന് വിളിക്കുന്നത്. സോ മാനേജ്മെന്റ് ആൻഡ് ദോസ് ചാർജ് വിത്ത് ഗവേണൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. +1 +2 പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. നെയിം സം യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേഴ്സ് ആരൊക്കെയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആരൊക്കെയാണ് നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഒബ്വിയസ്ലി ആരാണ്? ഷെയർ ഹോൾഡേഴ്സ്, അല്ലെ? ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ രണ്ടാമതൊരു കാര്യം, ഞാനിപ്പോൾ ഒരു റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഷെയർസ് മേടിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ആഗ്രഹമുണ്ട്. അപ്പൊ എന്നെ എന്ത് വിളിക്കും? പൊട്ടൻഷ്യൽ ഷെയർ ഹോൾഡർ, അല്ലെ? പൊട്ടൻഷ്യൽ ഷെയർ ഹോൾഡർ. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട്, പൊട്ടൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. പിന്നെ ആരാണ്? ഗവൺമെന്റ് അറിയണ്ടേ? ഗവൺമെന്റ് എന്തിനു വേണ്ടിയിട്ട് അറിയണം? ഗവൺമെന്റിന് ടാക്സ്, പ്രോഫിറ്റിന്റെ മുകളിലാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക. സോ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, ഈ പ്രോഫിറ്റ് കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണോ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയണം. ക്രെഡിറ്റർ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ അറിയണ്ടേ? ക്രെഡിറ്റേഴ്സിന് എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ഈ പറയുന്ന നമുക്ക് കിട്ടാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് കിട്ടില്ലേ? അതായത് റീപേയിങ് കപ്പാസിറ്റി ഉണ്ടോ, ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടോ, അതായത് നമുക്ക് തിരിച്ചു തരാനുള്ള കഴിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റേഴ്സിന് ഈ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ അതേപോലെ തന്നെ എംപ്ലോയീസിന് അറിയണം. അതായത് എംപ്ലോയീസിന് ഈ പറയുന്ന പോലെ തന്നെ അവർക്ക് പ്രോഫിറ്റിന്റെ ഒരു പെർസെൻറ്റേജ് ഒക്കെ ആയിട്ട് അവർക്ക് ബോണസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് അക്യുറേറ്റ് ആണോ, പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. സോ കുറച്ച് യൂസേഴ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ ഈ പറയുന്ന
ഓഡിറ്റ് ചെയ്യുന്ന വ്യക്തി, അതായത് ഓഡിറ്റർ, നോട്ട് ഓൺലി ഷെയർ ഹോൾഡേഴ്സിനോട് മാത്രമല്ല പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പക്ഷെ ഗവൺമെന്റിനോടും ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട്. ഓഡിറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വഴിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവർ ഈ പറയുന്നത് പോലെ തന്നെ സംസാരിക്കുന്നത്. സോ ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്ന, അതാണ് ടു എൻഹാൻസ് ദ റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റും. റിലയബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചാൽ എത്രത്തോളം വിശ്വാസയോഗ്യമാണ്, എത്രത്തോളം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എത്രത്തോളം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഒരു സിയുടെ സിഗ്നേച്ചർ, ഒപ്പിന് ലക്ഷങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ, അതായത് ലോ പ്രകാരം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു വ്യക്തി, ഈവൻ പ്രൈം മിനിസ്റ്ററിന്റെ ഒപ്പിനേക്കാട്ടിലും ഈ പറയുന്ന പോലെ വാല്യൂ ഉള്ള ഒപ്പാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ. സോ ആ സമയത്ത് ആ വ്യക്തി ഒപ്പിട്ട ഒരു ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ആ വ്യക്തി ഒപ്പിട്ടിട്ടുള്ള ഒരു ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് തെറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഉറപ്പ് ആർക്കുണ്ടായിരിക്കും, ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. അതാണ് ടു എൻഹാൻസ് ദ റിലയബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർഡ് ബൈ മാനേജ്മെന്റ്. ഇറ്റ് ഷുഡ് ഗെറ്റ് വെരിഫൈഡ്, എക്സാമിൻഡ് ബൈ ആൻ ഇൻഡിപെൻഡന്റ് തേർഡ് പാർട്ടി. എന്താ ഇൻഡിപെൻഡന്റ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു വെച്ചാൽ, എടാ നിങ്ങൾ ആലോചിച്ച് നോക്കുക, റിലയൻസ് എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, സോ ഈ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഡിറ്റർ വരുവാണ്. സെറ്റാണോ, ഇതൊരു ഓക്കെ ആണോ? റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഡിറ്റർ വരുവാണ്. സോ ഈ ഓഡിറ്റർ വരുന്ന സമയത്ത് ആകാശ് അംബാനി പറഞ്ഞു, ഡാഡി വെറുതെ എന്തിനാണ് വെറുതെ പുറത്തുള്ള ഒരാളെയൊക്കെ വെച്ചിട്ട് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്തിട്ട് ചുമ്മാ എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ പൈസ കളയുന്നത്, ഞാൻ ഓഡിറ്റ് ചെയ്യാം, ഞാൻ ഓൾറെഡി CA ഒക്കെ പഠിച്ചതാണ്. ഹൈപ്പോത്തറ്റിക്കലി ആകാശ് അംബാനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്ന് കരുതുക. ആകാശ് അംബാനി പറയാണ്, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഈ പറയുന്ന റിലയൻസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്യാം എന്ന് പറയുവാണ്. പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്, ആകാശ് അംബാനി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, സോ എക്സ്റ്റേണൽ ആയിട്ട് ഇതൊന്നും അല്ലാതെ നമ്മൾ സെക്ഷൻ 141 സബ്സെക്ഷൻ 3 ഡിസ്ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കമ്പനി ഓഡിറ്റ് പഠിക്കുന്ന സമയത്ത് സെക്ഷൻ 141 സബ്സെക്ഷൻ 3 നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സോ ഈ ഡിസ്ക്വാളിഫിക്കേഷൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വേണം ഇത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ ഒരു പബ്ലിക് എക്സാം നടക്കുകയാണ്, SSLC എക്സാം നടക്കുകയാണ്, നിങ്ങളുടെ ക്ലാസ്സിലത്തെ ടീച്ചേഴ്സ് തന്നെ, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ തന്നെ ഇത് കറക്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി, പാവം കുട്ടി, നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, ഇത്തവണ എന്തോ ഈ പറയുന്നത് പോലെ തന്നെ പനിയായിരുന്നു, സോ കൂടുതൽ മാർക്ക് ഇട്ട് കൊടുക്കാം, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സിമ്പതി ഉണ്ടാവില്ലേ, സോഫ്റ്റ് കോർണർ ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ ആകാശ് അംബാനിക്കും എന്തുണ്ടായിരിക്കും, ആകാശ് അംബാനിക്കും ഈ റിലയൻസ് എന്ന് പറയുന്ന കമ്പനി കള്ളത്തരം കാണിക്കുകയാണെങ്കിൽ പോലും ആകാശ് അംബാനിക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും, കുഴപ്പമില്ല, ഇത്തവണത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ഷമിച്ച് കളയാം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് ഡിപ്പെൻഡന്റ് ആയിട്ടാണ്, ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. മനസ്സിലായോ? സോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പറയുന്ന പോലെ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഇൻഡിപെൻഡന്റ് തേർഡ് പാർട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓഡിറ്റർ എന്ന് വിളിക്കുന്നത്. സെറ്റാണോ? കാര്യങ്ങൾ ഓക്കെ ആണോ? സോ ഈ ഓഡിറ്റർ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും, അതായത് ഈ പറയുന്ന മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ IND AS ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഡിപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടോ എന്ന്. ഏത് സ്റ്റാൻഡേർഡാ? AS10 പ്രകാരം കറക്റ്റ് ആയിട്ട് ഡിപ്രീസിയേഷൻ ഇടുന്നുണ്ടോ? AS2 പ്രകാരം ഇൻവെന്ററി ഈ പറയുന്ന കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ ഇതിലാണോ കാണിച്ചിട്ടുള്ളത്? AS4 പ്രകാരം ഈ പറയുന്ന പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കറക്റ്റ് ആയിട്ട് പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കും. IND AS പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇത് ചെയ്യുമ്പം എല്ലാവരും തോന്നിയ പോലെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദേ ഹാവ് ടു ഫോളോ സം സെറ്റ് ഓഫ് റൂൾസ്. ചില സെറ്റ് ഓഫ് റൂൾസ്, സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. സോ ഈ രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുമ്പം ഓഡിറ്റ് ചെയ്യുമ്പം സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് എന്ത് ചെയ്യണം? പാലിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് വൺ മോർ ടോപ്പിക് ഇൻ ദിസ് ലെക്ചർ, ദാറ്റ് ഈസ് ഓഡിറ്റിംഗ്. ആ ഒരു ഓഡിറ്റിംഗിന്റെ ആ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. എന്താണ് ഓഡിറ്റിംഗ്? എടാ, ഞാൻ ഓൾറെഡി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് സംസാരിച്ചില്ലേ? ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു, സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് സംസാരിച്ചു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ പല സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മുടെ CMA സ്റ്റഡി മെറ്റീരിയൽ അത്രയധികം സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ്സിലൊന്നും ഫോക്കസ് ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് SA200 സീരീസ് ആണ് ഫസ്റ്റ് സെറ്റ് ഓഫ് സീരീസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എൻഗേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്. എന്ത് വിളിക്കും? എൻഗേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്.
എൻഗേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്. ഈ എൻഗേജ്മെന്റ് എന്ന് പറയുമ്പം എന്താ ഉദ്ദേശിക്കുന്നത്? ഈ എൻഗേജ്മെന്റ് എന്ന് പറയുമ്പം ഇതൊന്നുമില്ല, ദിസ് ഈസ് നത്തിങ് ബട്ട് ഓഡിറ്റ് എൻഗേജ്മെന്റ്. ഇതെന്താണ്? ഓഡിറ്റ് എൻഗേജ്മെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓഡിറ്റ് എൻഗേജ്മെന്റ് ആണ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നടത്തുന്ന ഓഡിറ്റ് ക്വാളിറ്റി ഉള്ള ഓഡിറ്റ് ആയിരിക്കണം എന്ന് പറയുമ്പം നമ്മൾ കൊടുക്കുന്ന ഒപ്പീനിയൻ കറക്റ്റ് ഒപ്പീനിയൻ ആയിരിക്കണം. ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. സോ ആ കാര്യങ്ങളാണ് 200 സീരീസിനകത്ത് നമ്മൾ സംസാരിക്കുന്നത്. സോ ആദ്യത്തെ SA200 സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ. ഓക്കെ, ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് an independent auditor in conducting audit in accordance with standards on auditing. എസ്സേ എന്ന് എഴുതുന്നുള്ളൂ. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫ്ലോനകത്ത് അങ്ങ് പറഞ്ഞു പോയതാണ്. സോ ഇത് പ്രകാരമാണ് ഓഡിറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്തത്. എന്താണ് ഓഡിറ്റിംഗ് എന്ന കാര്യം ഞാനിപ്പോൾ ഇത്രയും നേരം ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ എന്താണ് ഓഡിറ്റിംഗ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് SA200 ആണ്. ഓക്കെ, SA200-നകത്താണ് കറക്റ്റ് ആയിട്ട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ശ്രദ്ധിക്കുക, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു പ്രാക്ടിക്കൽ ആയിട്ടാണ് എന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു SA200 ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ്, നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, സ്റ്റാൻഡേർഡിന്റെ പേരൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഓഡിറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ആലോചിച്ച്, ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ അല്ലേ? ഒരു ഓർഗനൈസേഷനിൽ ഉള്ളിലുള്ള എംപ്ലോയി ആണ് ഓഡിറ്റ് ചെയ്യുക? അല്ല, പുറത്തുനിന്നുള്ള ഒരു വ്യക്തി വന്നിട്ട്. കാരണം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് എന്താന്ന് വെച്ചാൽ ഓർഗനൈസേഷനായിട്ട് യാതൊരുവിധ രീതിയിലുള്ള ബന്ധവും ഇല്ലാത്ത ആൾക്കാർ അല്ലെ. നിങ്ങളുടെ SSLC എക്സാമിനേഷന് വരുന്ന ഇൻവിജിലേറ്റേഴ്സ് നിങ്ങളുടെ ഓർഗനൈസേഷനായിട്ട്, നിങ്ങളുടെ സ്കൂളുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ബന്ധമുള്ള ആയിരിക്കില്ല. ഓക്കെ, ഓഫ് എനി എൻറ്റിറ്റി, ഈ വേർഡ് ശ്രദ്ധിക്കണം, എനി എൻറ്റിറ്റി. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, സാറേ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റി, അതായത് ഈ പറയുന്ന ട്രസ്റ്റ്, ചാരിറ്റബിൾ സൊസൈറ്റി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും. സോ ഇവർക്കൊക്കെ ഓഡിറ്റിംഗ് നടത്തണോ, അതോ കമ്പനിക്ക് മാത്രം ഓഡിറ്റിംഗ് നടത്തിയാൽ മതിയോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരു ട്രസ്റ്റാണ്, ഇപ്പോൾ നമ്മുടെ ഒരു ട്രസ്റ്റാണ്, പാവപ്പെട്ട കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ട്രസ്റ്റാണ്. ട്രസ്റ്റിന് ഒരുപാട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഗ്രാന്റ് കിട്ടുന്നുണ്ട്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഗ്രാന്റ് എന്ന് പറയുമ്പോൾ ആരുടെ പൈസ? നമ്മുടെ പൈസ അല്ലെ, പബ്ലിക്കിന്റെ പൈസ, പബ്ലിക് ടാക്സ് അടയ്ക്കുന്ന പൈസ ഒക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. സോ ഈ ഗ്രാന്റ് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഗ്രാന്റ് വെച്ചിട്ടാണ് അവർ റൺ ചെയ്യുന്നത്. അവരെന്തെങ്കിലും രീതിയിലുള്ള തട്ടിപ്പ് കാണിച്ചു വെച്ചാൽ, അവർ ഈ പൈസ വേറെ ഏതെങ്കിലും രീതിയിൽ ഡൈവേർട്ട് ചെയ്തു വെച്ചാൽ, ഇത് നമുക്ക് അറിയണ്ടേ? നമ്മുടെ പൈസയാണ്. നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, നമ്മളോട് അക്കൗണ്ടബിലിറ്റി അവർക്കുണ്ട്. സോ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണെങ്കിലും പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലെങ്കിലും അവരെന്ത് ചെയ്യണം, അവർ ഈ പറയുന്നത് പോലെ തന്നെ ഓഡിറ്റ് ചെയ്യണം. ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ് ഓർ ലീഗൽ ഫോം. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ് ഓർ ലീഗൽ ഫോം. സൈസ് എന്ന് പറയുമ്പോൾ എന്താ, റിലയൻസ് എന്ന് പറയുമ്പോൾ അത്രയും ടേൺ ഓവറുള്ള കമ്പനി തൊട്ട് ചെറിയൊരു സ്റ്റാർട്ടപ്പ് ആയാൽ അവർ വരെ ഓഡിറ്റ് ചെയ്യണം. പല ഈ പറയുന്ന യൂസ് ഉണ്ട്. അതായത് ഇപ്പം ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുവാണ്, ലോൺ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ബാങ്കുകാർ ചോദിക്കും, ചേട്ടാ അല്ലെങ്കിൽ കമ്പനിയുടെ ഈ പറയുന്ന മാനേജറിനോട് ചോദിക്കും, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കാണിച്ചു തരാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കാണുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഈസ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അവരുടെ ഈ പറയുന്ന പോലെ ട്രസ്റ്റ് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ്, റിലയൻസ് ആണെങ്കിലും സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ദേ വിൽ കണ്ടക്ട് ഓഡിറ്റ്. ഓർ ഇറ്റ്സ് ലീഗൽ ഫോം എന്ന് പറയുമ്പോൾ എന്താ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിലും പാർട്ണർഷിപ്പ് ആണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാ, ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചുപോയ സമയത്ത് അവരുടെ ലീഗൽ ഹെയേഴ്സിന് അല്ലെ, അവരുടെ ഈ പറയുന്ന പിന്തുടർന്ന് വരുന്ന വ്യക്തികൾക്ക് അവർക്ക് എന്ത് കൊടുക്കണം, അവർക്ക് ഇയാളുടെ ഷെയറും പിന്നെ റിസർവ്സ് ഉണ്ടാവില്ലേ, ഇയാളുടെ ക്യാപിറ്റൽ, അതായത് ഇയാൾ കൊണ്ടുവന്നുള്ള പൈസ ഒക്കെ യൂസ് ചെയ്തിട്ടല്ലേ ഈ പറയുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ തിരിച്ചു കൊടുക്കണം. സോ ആ സമയത്തും നമുക്ക് ഈ പറയുന്ന പോലെ ഓഡിറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. സോ കണ്ണടച്ച് ഒന്ന് പറഞ്ഞ്, ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ. ഓക്കെ, ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് എന്തിന്റെ, ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ of any entity, whether profit oriented or not, irrespective of its legal form or size. ഓക്കെ, ഈ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? when such examination is conducted with a view to expressing an opinion thereon. ഇതിന്റെ ഔട്ട്പുട്ട്, എൻഡ് പ്രൊഡക്റ്റ് എന്താണ്? ഒപ്പീനിയൻ ഇഷ്യൂ ചെയ്യുക, ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുക. ആരാ ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുക? ഈ പറയുന്ന രീതിയിലുള്ള ഓഡിറ്റർ എന്ത് ചെയ്യും, ഒരു ഒപ്പീനിയൻ പ്രൊവൈഡ്
ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഓഡിറ്റ് എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഒഡയർ, MCQ ചോദിക്കും, വിച്ച് മീൻസ് ടു ഹിയർ. ഞാൻ പറഞ്ഞില്ലേ, in early days, the person appointed to check accounts used to hear the explanations required from responsible officers, and that's why he was called as an auditor. സോ അത്ര മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം സിമ്പിൾ ആയിട്ട് നമ്മൾ 4 കാര്യങ്ങളെ പഠിച്ചുള്ളൂ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഓഡിറ്റിംഗ് എന്താണെന്ന് പഠിച്ചു, പിന്നെ ആരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഈ പറയുന്ന രീതിയിൽ ഉണ്ടാക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു. സോ ഇത്രയും പോർഷൻസ് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു നോട്ടിൽ തന്നെ വായിക്കുക, ഒപ്പം കവർ ചെയ്ത് പോയിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ 50 മാർക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. വി ക്യാൻ മീറ്റ് അറ്റ് അവർ സെക്കൻഡ് ക്ലാസ്.